ലാർജ് സൈസിലേക്ക് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തീസിന്റെ അത് സ്ലിറ്റഡ് പാറ്റേണിലേക്ക് വിത്ത് ലൈനിങ് വരുന്ന കേട്ടോ. ഇത്രയും കോമ്പിനേഷൻസ് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അസോർട്ടഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. 549 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് മിക്കതും തന്നെ നമ്മുടെ ഷോപ്പ് കളക്ഷനിലൊക്കെ വന്നേക്കുന്ന ടോപ്പുകളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചിലതൊക്കെ നമ്മൾ ഓൺലൈൻ ചെയ്തതും ഉണ്ടാകും. ഇങ്ങനെ വരുന്നത് പിങ്ക് കളറിലേക്കാണ്. ഇതിന്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ സ്ലീവിന്റെ എൻഡ് പോർഷനിലേക്കും ഇതിന്റെ തന്നെ യോക്കി കൊടുത്തേക്കുന്ന പാച്ച് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ തന്നെ ഒരു നെക്സ്റ്റ് ഒരു കളർ വരുന്നത് കേട്ടോ. ഈ ഒരു യെല്ലോ പാറ്റേണിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി എല്ലാം കൂടെ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 549 ആണ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെയാണ്. ഇത് എ ലൈൻ കട്ടിങ്ങിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. സ്ലിറ്റ് ഇല്ലാതെയാണ് വന്നേക്കുന്നത്. വിത്ത് ലൈനിങ്ങുമായിട്ട് റേറ്റ് വരുന്നത് 549 ആണ്. ലാർജ് സൈസ് മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന രീതിയിലേക്കാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത്. ഈ ഒരു രീതിയിലേക്കാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലിനൻ ഫാബ്രിക്കിനകത്തേക്ക് നമ്മൾ ഓൺലൈൻ ചെയ്ത പ്രൊഡക്റ്റ് ആയിരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. അപ്പോൾ ഇതിനകത്ത് സൈസിനകത്ത് ഡൗട്ട് ഉള്ളവർ വേണമെങ്കിൽ മീഡിയം കാർക്ക് എടുത്തിട്ട് ലാർജ് എടുത്ത് ഷേപ്പ് ആക്കാവുന്നതാണ്. നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന ആ ഒരു മെഷർമെൻ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സൈസ് വലുതെടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഷേപ്പ് ചെയ്തോളാൻ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ചുകൂടെ വലിയൊരു ഫ്ലോറൽ പ്രിന്റ് ആഷ് ആൻഡ് ഒരു പിങ്ക് കളറിലേക്കാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു മൾട്ടിപ്പിൾ കളേഴ്സിന്റെ പ്രിന്റ് വരുന്ന രീതിയിലേക്ക് ഫ്രണ്ടിലേക്ക് പിൻഡെക്സ് വന്നേക്കുന്ന ഒരു ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നതും പിങ്ക് കളറിലെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നൊരു ടോപ്പാണ്. ഇങ്ങനെയാണ് ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിൽ നമ്മളെപ്പോഴും നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴത്തേക്കും ഒരു 2-3 മാസമായതൊക്കെ നമ്മൾ ഓൺലൈനിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും സെയിലിട്ട് നമ്മൾ പുതിയ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു രീതിയിലേക്ക് ഇത് കുറച്ചൊരു കട്ടിയുള്ളൊരു നമ്മളൊരു ലിനൻ പോലത്തെ ഒരു കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു 2 ടോൺ ഫാബ്രിക്കാണ്. ഇതിനകത്തേക്ക് കോട്ടണും റയോണും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. കോളർ നെക്ക് പാറ്റേണിലേക്കാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടൺ റയോൺ ഫാബ്രിക്കിനകത്തേക്ക് ഫ്ലോറൽ പ്രിന്റ് വരുന്ന രീതിയിലേക്കാണ് ബാക്ക് പോർഷൻ വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്നുകിൽ മീഡിയംകാർ, ഇനിയിപ്പോൾ ലാർജ് ആണെങ്കിൽ ഹിപ്പ് സൈസും അങ്ങനെയൊന്നും അധികം ഇല്ലാത്തവർ ലാർജ് സൈസുകാർ എടുക്കുക. കാരണം നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന മെഷർമെൻ്റ് അല്ലാതെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ മെഷർമെൻറ്റിനകത്ത് നമ്മൾ ഈ ഒരു ലോവർ ടമ്മി ഹിപ്പ് സൈസ് കൊണ്ട് ഞാൻ സ്ലിറ്റ് എപ്പോഴും നമ്മുടെ യൂണിറ്റിൽ നിന്ന് വരുന്നതൊക്കെ ഒരു കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കും, നന്നായിട്ടായിരിക്കും വരുന്നത്, ലൂസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻഡേഴ്സിൻ്റെ അടുത്ത് ഹോൾസെയിലിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഷോപ്പിലാകുമ്പം അത് ഇട്ട് നോക്കി അതിനിപ്പോൾ സൈസ് പാകം അല്ലെങ്കിൽ അവർ അടുത്ത സൈസ് എടുത്ത് ഷോപ്പിൽ തന്നെ ഓൾട്ടർ ചെയ്തായിരിക്കും കൊണ്ടുവന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു സൈസ് വലുതെടുക്കുന്നവർ അങ്ങനെ എടുക്കുക.